നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെയെല്ലാം നിങ്ങൾ ആകർഷിക്കും. പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പണത്തെ ആകർഷിക്കും. ആളുകളെയാണ് ആവശ്യമെങ്കിൽ ആളുകളെ ആകർഷിക്കും. ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനെ ആകർഷിക്കും. എന്തിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു ബിംബം നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തിയാൽ ചില വസ്തുക്കളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും. അവ നിങ്ങളിലേക്കും ആകർഷിക്കും. പക്ഷേ അത് നിങ്ങളുടെ കൂടെ നിങ്ങളിലൂടെ തന്നെയാണ് ഭൗതിക യാഥാർത്ഥ്യമായി വന്നെത്തുക. അത് നിയമത്തിനു കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനെയും ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നിങ്ങൾ. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആകർഷിക്കുന്ന കാന്തമാവുന്നു. ആ വസ്തുക്കൾക്ക് നിങ്ങൾ ആകർഷിക്കാനുള്ള കാന്തിക ശക്തി ഉണ്ടാവുന്നു. നിങ്ങൾ ഇത് കൂടുതൽ പ്രയോഗിക്കുമ്പോൾ ആകർഷണ നിയമം വസ്തുക്കളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു തുണ്ട് കടലാസ് എടുത്ത് എഴുതുക. വർത്തമാനകാലത്തിൽ എഴുതുക. നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെ ആവണം: ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ എന്തായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. അത് നിങ്ങളുടെ ജോലിയാണ്. വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇതാദ്യമായിട്ടായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം. കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം. അത് നിങ്ങളെ എന്നെന്നും കടബാധ്യതയിൽ നിർത്തുകയേ ചെയ്യൂ. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആകർഷിക്കപ്പെടും. കടബാധ്യതയിൽ നിന്നും പുറത്തു കടക്കാനാണോ നിങ്ങൾ ആലോചിക്കുന്നത്? പുറത്തു കടക്കാനാണോ അകത്ത് കയറാനാണോ എന്നത് വിഷയമല്ല. കടം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനാൽ കടത്തെ നിങ്ങൾ ആകർഷിക്കും. കടം തനിയെ തിരിച്ചടയ്ക്കുന്ന ഏതെങ്കിലും പദ്ധതി ഏർപ്പാടാക്കുക. എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപാട് ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ട്. എങ്ങനെ കൊടുക്കും എന്നൊരു പിടിയും കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ആ ബില്ലുകളിൽ മനസ്സ് കേന്ദ്രീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ ബില്ലുകളെ ആകർഷിച്ചു വരുത്തുകയാവും ഫലം. ഈ ബില്ലുകളൊക്കെ ഇരിക്കെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്താനായി നിങ്ങൾ സുഖാനുഭൂതി അനുഭവിക്കാനുള്ള വഴികൾ കണ്ടെത്തണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളോടും കൂടെ നിങ്ങളെ കാണുക. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്നത് അതാണ്. എല്ലാ മഹത്തായ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. നിങ്ങളിൽ അന്തർലീനമായ ആ ശക്തിയെ നിങ്ങൾ ആന്തരികമായി ഉപയോഗിക്കും തോറും അത് കൂടുതലായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനമൊന്നും ആവശ്യമില്ലാത്ത നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. കാരണം അപ്പോഴേക്കും നിങ്ങൾ സ്വയം ആ ശക്തി, ആ പരിപൂർണത, ആ ജ്ഞാനം, ആ സ്നേഹം, ആ ആനന്ദം എല്ലാം ആയി മാറിയിരിക്കും. ജീവിതം ആസ്വദിക്കൂ. കാരണം ജീവിതം എന്നത് വിശിഷ്ടമാണ്. അതിഗംഭീരമായ ഒരു യാത്രയാണ് ജീവിതം.